വറഹ്മത്തുള്ള. ഈദ് പെരുന്നാൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ലോകത്ത് വിവിധ മതങ്ങളുണ്ട്. ഓരോരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെരുന്നാൾ. മുസ്ലിങ്ങൾ 30 ദിവസം നോമ്പ് നോറ്റതിന് ശേഷം ശവ്വാൽ 1 ആഘോഷിക്കുന്ന ആനന്ദത്തിൻ്റെ രാവിനാണ് നമ്മൾ പെരുന്നാൾ എന്ന് പറയുക, അല്ലേ? ചന്ദ്രത്തുണ്ടിൽ പൊൻപിറ കണ്ടൊരു റംസാൻ നാള് മുതൽ ശൗവാലമ്പിളി കാണും വരെയും തറാവി നമസ്കാരം, ഇസ്ലാമത വിശ്വാസമതഞ്ചു നമസ്കാരം, അല്ലാഹുവിലാരാധന നിത്യ നമസ്കാരം, ഇസ്ലാമത വിശ്വാസമതഞ്ചു നമസ്കാരം, അല്ലാഹുവിലാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൽ പൊൻപിറ കണ്ടൊരു റംസാൻ നാള് മുതൽ ശൗവാലമ്പിളി കാണും വരെയും തറാവി നമസ്കാരം. അപ്പോൾ അങ്ങനെ തറാവിയൊക്കെ നമസ്കരിച്ച് നമ്മൾ പെരുന്നാളിൻ്റെ രാവിനെ ആഘോഷിക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി വസ്ത്രങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് പള്ളിയിലേക്ക് വരിയായി ആൺകുട്ടികളും പിന്നെ വലിയ മുതിർന്ന ആളുകളും പോകുന്നു. സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് പാചകം ചെയ്യുന്നു. നല്ല ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ അണിയുന്നു, അതുപോലെ പിന്നെ വളകൾ അണിയുന്നു, മൈലാഞ്ചി അണിയുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗത്തിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഒന്ന്, ഗലേമില്ല ആശ്ലേഷിക്കുക, മുബാറക് ബാദ് കർണ ആശംസിക്കുക, ഖിലോന കളിപ്പാട്ടം, ഗുബ്ബാറ ബലൂൺ, ഖരീദിന വാങ്ങുക, ഐദി പെരുന്നാൾ സമ്മാനം, മൗഖ അവസരം, ഇന്തിസാം ലിസ്റ്റ് അല്ലെങ്കിൽ മെനു, റിഷ്താദാർ ബന്ധു, പക്വാൻ പാകം ചെയ്ത ഭക്ഷണം, ഷെരീഖ് ഹോന പങ്കെടുക്കുക, പേഷ് കർണ ആശീർവദിക്കുക, മേള ചന്ത സജാന അലങ്കരിക്കുക, ഹിൻഡോല ഊഞ്ഞാൽ, ഝൂൽന ഊഞ്ഞാലാടുക, റൗനക് ഭംഗി തിളക്കം, ചഹൽ പഹൽ ശബ്ദകോലാഹലം, മാഹൗൽ അന്തരീക്ഷം, ബാസാർ അങ്ങാടി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്കോ ആണുങ്ങൾ പോകുന്നതിനെക്കുറിച്ചും സ്ത്രീകൾ വീട്ടിലിരുന്ന് പലതരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനെക്കുറിച്ചും പഠിച്ചു. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. ചോട്ടെ ബഡേ സബി ഈദ്ഗാഹ് യാ ബഡി മസ്ജിദോമേം ഈദ് കി നമാസ് പഠനെ ജാത്തെ ഹെ. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുട്ടികളും മുതിർന്നവരും പള്ളിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചോട്ടെ ചെറിയവരും, ബഡേ വലിയവരും, സഭി എല്ലാവരും, ഈദ്ഗാഹ് അല്ലെങ്കിൽ ബഡി മസ്ജിദോമേം വലിയ പള്ളികളിൽ ഈദ് കി നമാസ് പെരുന്നാൾ നമസ്കാരം പഠനെ കെ ലിയെ നിസ്കരിക്കാൻ വേണ്ടി ജാത്തെ ഹെ പോകുന്നു. നമാസ് പഠനെ കെ ബാദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ആപ്പസ് മേം പരസ്പരം ഗലേ മിൽത്തേ ഹെ അവർ ആശ്ലേഷിക്കുന്നു നമ്മൾ. അവർ എന്നിട്ട് ഒരാൾ ദൂസരേക്കോ മറ്റൊരാളോട് ഈദ് കി മുബാറക് ബാദ് ദേത്തെ ഹെ പെരുന്നാൾ ആശംസ നേരുകയും ചെയ്യുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഈദ് കി നമാസ് പെരുന്നാൾ നമസ്കാരം പഠിക്കർ നിസ്കരിച്ചിട്ട് വാപ്പസ് ആത്തേ ഹുയെ ബച്ചോ കേലിയെ വാപ്പസ് ആത്തേ ഹുയെ തിരിച്ചു വരുന്ന, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ട് വാപ്പസ് ആത്തേ ഹുയെ തിരിച്ചു വരുന്ന, ബച്ചോ കേലിയെ കുട്ടികൾക്ക് വേണ്ടി, ത്വറഹ് കെ പലതരത്തിലുള്ള ഖിലോന കളിപ്പാട്ടങ്ങൾ, ഓർ ഗുബ്ബാറെ അല്ലെങ്കിൽ പിന്നെ ബലൂണുകൾ, വഗൈറ അതല്ലാത്തതും, ഖരീദേ ജാത്തെ ഹെ അവർ വാങ്ങിക്കൊണ്ടുവരുന്നു. ഓക്കെ, തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബലൂണുകളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്നു. ഖർ ആനെ കെ ബാദ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം, ഖർ കെ ബഡേ വീട്ടിലെ വലിയ ആളുകൾ, അപ്പനെ ചോട്ടോങ്കോ തങ്ങളെക്കാൾ ചെറിയ കുട്ടികൾക്ക്, ചെറിയ ആളുകൾക്ക് ഈദി ദേത്തേഹെ പെരുന്നാൾ സമ്മാനം അല്ലെങ്കിൽ പെരുന്നാൾ പണം നൽകുന്നു.
ഈദീക്കെ പേസോസെ ഈ പെരുന്നാൾ പണം കിട്ടിയ പെരുന്നാളിൻ്റെ ദിവസം കിട്ടിയ പണം കൊണ്ട് ബച്ചയെ കുട്ടികൾ തൊറഹി പലതരത്തിലുള്ള ചീസെ വസ്തുക്കൾ ഖരീദേഹെ വാങ്ങുന്നു. ईद के मौके पर घरों में खाने पीने का ख़ास इंतज़ाम होता है. അപ്പോൾ അന്ന് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാവും, സ്പെഷ്യൽ മെനു ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതൊക്കെ മൗക്കയപ്പർ പെരുന്നാളിൻ്റെ ദിവസത്തിൽ, പെരുന്നാളിൻ്റെ അവസരത്തിൽ, ഖറോമെ വീടുകളിൽ, ഖാനേ പീനേക്ക കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും ഖാസ് പ്രത്യേകം ഇൻതിസാം മെനു ഹോത്തായ ഉണ്ടാകുന്നു. പ്രത്യേക ഒരു ചിട്ടയൊക്കെ അന്ന് ഉണ്ടാവും അല്ലേ. രാവിലെയും വൈകുന്നേരമൊക്കെ ബിരിയാണി, പായസം, എന്തൊക്കെയാണ്, അവർ വെള്ളം ഊറുന്നുണ്ട് അല്ലേ. ഇസ് മൗഖയപ്പർ ഈ ഒരു അവസരത്തിൽ, പെരുന്നാളിൻ്റെ ഈ ഒരു അവസരത്തിൽ, ദോസ്ത്, കൂട്ടുകാർ, റിശ്തേദാർ, ബന്ധുക്കൾ, സബ് മിൽക്കർ എല്ലാവരും ചേർന്നിട്ട് മുഖ്തലിഫ് കിസം കെ വ്യത്യസ്ത ഇനം പക്കവാൻ ഭക്ഷണങ്ങൾ, പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഖാത്തേഹെ ഭക്ഷിക്കുന്നു. ഗൈർ മുസ്ലിം ഹസ്രാത്ത് ബി മുസ്ലിങ്ങളല്ലാത്ത ആളുകളും അമുസ്ലിങ്ങളായ ആളുകളും ഇസ് മൗഖയപ്പർ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ ഷെരീക്ക് ഹോക്കർ അതിൽ പങ്കെടുത്തിട്ട് ഖുശീക്ക സന്തോഷത്തിൻ്റെ ഇസഹാർ കർത്തേഹെ ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ പെരുന്നാൾക്കൊക്കെ നമ്മളെ വീട്ടിൽ നമ്മുടെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. അവർ ഭക്ഷണം കഴിച്ചിട്ട് വളരെ സന്തോഷപൂർവ്വം പിരിഞ്ഞു പോകാറുമുണ്ട്. അവർ അപ്പനെ മുസൽമാൻ ഭായിയോക്കോ തങ്ങളുടെ അമുസ്ലിങ്ങളായ ആളുകൾ അപ്പനെ തങ്ങളുടെ മുസൽമാൻ ഭായിയോക്കോ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ഈദ് മുബാറക് ബാദ് പേഷ് കർത്തേ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഈദ് ദിൻ പെരുന്നാളിൻ്റെ ദിവസം, ഈദ് ദിൻ പെരുന്നാൾ ദിവസം ഈദ് ഗാഹ് കെ ബാഹർ ഈ ഈദ്ഗാഹിൻ്റെ പുറത്ത്, ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, വലിയൊരു ഗ്രൗണ്ട് നമ്മളവിടെ പെരുന്നാൾ നമസ്കരിക്കുന്നു. അതിൻ്റെ പുറത്ത് ആർ ഷെഹർമേ പിന്നെ ഗ്രാമങ്ങളിൽ ജഗ പല സ്ഥലത്തും മേള ലഗ്താഹെ ഈ ചന്തകൾ നടക്കുന്നു. മിഠായികളും ഓർ ഖിലോനോക്കെ ദുക്കാനെ, അതുപോലെ ഖിലോനോക്കെ ഈ കളിപ്പാട്ടങ്ങളുടെ ദുക്കാനെ, കടകളും സജായി ജാത്തിഹെ അലങ്കരിക്കപ്പെടുന്നു. ഹിൻഡോലെ ഊഞ്ഞാലുകൾ, ഹിൻഡോലെ ബി ഊഞ്ഞാലുകളും ലഗാത്തേ ജാത്തേ അതിങ്ങനെ കെട്ടിവെക്കപ്പെടുന്നു. അവിടെ ഊഞ്ഞാലും കെട്ടിവെക്കപ്പെടുന്നു ഈ അങ്ങാടികളിൽ അല്ലെങ്കിൽ തെരുവുകളിൽ, ഈ ചന്തകളിൽ. ജിന്മേ ആ ഊഞ്ഞാലുകളിൽ ബച്ചെ കുട്ടികൾ ജൂലാ ജൂൽത്തേഹെ ഊഞ്ഞാലാടുകയും ചെയ്യുന്നു. ജൂല എന്ന് പറഞ്ഞാലും ഊഞ്ഞാൽ എന്നുള്ള അർത്ഥം. ജൂലാ ജൂൽത്തേഹെ ആ ഊഞ്ഞാലുകളിൽ കുട്ടികൾ ഊഞ്ഞാലാടുകയും ചെയ്യുന്നു. ഈദ് കീ ദിൻ പെരുന്നാൾ ദിവസം ഹർ ഘർമേ എല്ലാ വീടുകളിലും ബഡി റൗനക് ഹോത്തി ഹെ വളരെ ഭംഗിയുണ്ടാകുന്നു, ശോഭയുണ്ടാകുന്നു, വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്നർത്ഥം. ഓർ ബാസാറോമേ അങ്ങാടികളിൽ ചഹൽ പഹൽ രഹത്തി ഹെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ഹർ ത്വറഫ് എല്ലായിടത്തും, എല്ലാ ഭാഗത്തും ഖുശീക സന്തോഷത്തിൻ്റെ മാഹൗൽ ഹോത്താഹെ അന്തരീക്ഷമുണ്ടാകുന്നു. പെരുന്നാൾ ദിവസം എല്ലായിടത്തും ആനന്ദമാണ്, സന്തോഷമാണ്, ഹർഷാരവമാണ് എന്നതിനാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലുള്ളത് പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ്. അത് നേരത്തെ നമ്മൾ വായിച്ചു തന്നു. അതുപോലെ സോച്ചിയെ, ബത്തായെ, ഔർ ലിഖിയെ, ചിന്തിക്കുക, പറയുക, എഴുതുക. രണ്ടാമത്തെ എക്സസൈസ്, മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ കോൺസാ ഹൈ. ഈ ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരെ വായിക്കാം, അത് നിങ്ങൾ എഴുതണം. മുസൽമാനോ കാ മുസ്ലിങ്ങളുടെ സബ്സെ ബഡാ തെഹ്വാർ കോൺസാ ഹൈ, ഏറ്റവും വലിയ ആഘോഷം ഏതാണ്? ഉത്തരം മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ ഈദ് ഹെ, പെരുന്നാളാണ്. രണ്ടാമത്തെ ചോദ്യം, ഈദ് കാ തെഹ്വാർ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ കിസ് മഹീനയ്ക്ക് ബാദ് ആത്താ ഹെ, ഏത് മാസത്തിന് ശേഷമാണ് വരുന്നത്? ഉത്തരം ഈദ് കാ തെഹ്വാർ റംസാൻ കെ ബാദ് ആത്താ ഹെ. മൂന്നാമത്തത്, ഈദുൽ ഫിത്തർ കോ മീഠി ഈദ് ക്യൂ കഹത്തെ ഹെ, എന്തിനാണ് ഈദുൽ ഫിത്തറിനെ മീഠി ഈദ് എന്ന് പറയുന്നത്? ഉത്തരം ഈദ് കെ ദിൻ ലോഗ് സിവയ്യാം ബനാത്തെ ഹെ और मिठाइयाँ खरीद कर घर आते हैं, इसीलिए ईद उल फितर को मीठे ईद कहते हैं. ओके, ईद के दिन लोग सिवैयाँ बनाते हैं और मिठाइयाँ खरीद कर घर आते हैं, इसीलिए ईद उल फितर को मीठे ईद कहते हैं. 4, മുസൽമാൻ ഈദ് की നമാസ് കഹാ പഠത്തെ ഹെ, മുസ്ലിങ്ങൾ പെരുന്നാൾ നമസ്കാരം എവിടെയാണ് നിസ്കരിക്കാറുള്ളത്? ഉത്തരം മുസൽമാൻ ഈദ് കി നമാസ് ഈദ്ഗാഹ് യാ ബഡി മസ്ജിദോ മേ പഠത്തെ ഹെ, അവർ നിസ്കരിക്കുന്നത് ഈദ്ഗാഹിലോ അല്ലെങ്കിൽ വലിയ പള്ളികളിലാണ്. 5, റോസ കബ് സെ കബ് തക് ജാരി രഹത്താ ഹെ, നോമ്പ് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കും? ഉത്തരം
रोज़ा सुबह होने से थोड़ी देर पहले शुरू होता है और सूरज डूबने तक जारी रहता है. ഓക്കെ, അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കുമെന്നാണ് അതിൻ്റെ ഉത്തരം. 3 ഇൻ ജുംലോക്കോ സഹീഹ് ലഫ്സ് സെ മുക്കമ്മിൽ കീജിയെ. അതിൽ ഹിന്ദുസ്ഥാൻ എന്നുണ്ട്, മുസൽമാൻ എന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും യോജിച്ചത് ഏതാണോ അതവിടെ വെക്കുക. അപ്പോൾ ഈദ് മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ ഹെ. അങ്ങനെ ഓരോന്ന് യോജിച്ച സ്ഥലങ്ങളിൽ അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച വാക്കുകളൊക്കെ ഉണ്ടാവും. അലഗ് അലഗ്, അപ്പിനി അപ്പിനി, ത്വറഹ് ത്വറഹ്, ജഗ ജഗ എന്നുള്ള വാക്കുകളൊക്കെ. അലഗ് അലഗ് വ്യത്യസ്ത, അപ്പിനി അപ്പിനി തൻ്റേതായിട്ടുള്ള, ത്വറഹ് ത്വറഹ് പലതരത്തിലുള്ള, ജഗ ജല പല സ്ഥലങ്ങളിലും. അപ്പം അങ്ങനത്തെ വാക്കുകളുണ്ടാവും. അപ്പോൾ ആ വാക്കുകൾ ഏത് ജുംലയിലാണ് ആ വാക്കുകളുള്ളത്? മനസ്സിലായോ? ത്വറഹ് ത്വറഹ് ഈ സിവയ്യാന്നോ? അപ്പോൾ ഏത് ജുംലയിലാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്? ആ ജുംലകൾ ഈ വാക്കുകളോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അടിയിൽ എഴുതുക. ഓക്കെ. അതുപോലെ ഈ ഒരു പാഠഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള 3 സിഫത്തുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ജുംലകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പറയുക. അപ്പോൾ മനോഹരമായിട്ടുള്ള വസ്തുക്കൾ, അതിൽ മനോഹരമായ എന്നുള്ളത് സിഫത്താണ്. മനസ്സിലായില്ലേ? ഭംഗിയുള്ള വിളക്കുകൾ, അല്ലെ ഭംഗിയുള്ള അങ്ങാടി, അതിൽ ഭംഗിയുള്ള എന്നുള്ളത് സിഫത്താണ്. അപ്പോൾ അങ്ങനെ സിഫത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഹിന്ദുസ്ഥാൻ കെ 5 മഷ്ഹൂർ തെഹ്വാറോ കെ നാം ലിഖിയെ. ഇന്ത്യയിലെ അറിയപ്പെട്ടിട്ടുള്ള 5 ആഘോഷങ്ങളുടെ പേര് നിങ്ങൾ എഴുതുക. ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങൾ ഒരു പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മുഹാവറ കൊടുത്തിട്ടുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് അർത്ഥം, ഇഡിയംസ്, പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് അതിൻ്റേതായ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരസ്പരം പൂരിപ്പിക്കണം. അതിൽ ജാൻ ചുടാന എന്നുള്ളതിൻ്റെ ആദ്യം നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാലാ പഠന, അതിൻ്റേത് വാസിത പഠന എന്നാണ്. അതുപോലെ ആടേ ഹാത്തോലേന എന്നുള്ളതിൻ്റെ ബുരാ ഭലാ ഗഹന എന്നാണ്. നാക്മേ ദം കർണ എന്നുള്ളത് പരേശാൻ കർണ. അപ്ന ഉല്ലു സീധാ കർണ എന്നുള്ളത് അപ്ന മത്ലബ് നിക്കാൽന. അതുപോലെ ഹവാ കെ ഘോഡെ പർ സവാർ ഹോന. ഓക്കെ, അതിൻ്റെത് ജൽദി ബാസി കർണ. താക്ക് മേ രഹന എന്നുള്ളതിൻ്റെത് ഏറ്റവും ഒന്നാമത്തത് തലാഷ് മേ രഹന. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി അത് നിങ്ങളൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ. ദീഗ ഈ തസ്വീറോ കെ നാം ലിഖിയ. അടിയിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ വാക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ. ആദ്യം നിങ്ങൾ ഒരു ഈദ്ഗാഹ് കാണാം, 2 ഹുബ്ബാറ, ഇപ്പുറത്ത് ചൂടിയ കാണാം, അതുപോലെ ഏറ്റവും അടിയിലായിട്ട് ജൂത്ത ചെരുപ്പുകൾ. ഇനി ഏറ്റവും അവസാനം ഒരു ചിത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് നിങ്ങളത് ചെയ്യാം, വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കളറ് കൊടുക്കുക. എന്നിട്ട് അടിയിൽ ഒരു ലെറ്റർ കാണാം, അത് ആർക്കാണോ അയക്കുന്നത് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ അവരുടെ അഡ്രസ്സ് ഇതിൽ എഴുതുകയും ചെയ്യുക. ഓക്കെ. അപ്പോൾ പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.